പള്ളിയിൽ നീട്ടി സുജൂദ് ചെയ്യരുത്. കാരണം നീട്ടി സുജൂദ് ചെയ്യൽ എന്താണ്? തഖരീബാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാധ്യമമാണ്. റബ്ബിലേക്ക് അടുക്കുമ്പോൾ വേറൊരാൾ അറിയരുത്. തലക്ക് കൊടുക്ക്, വളരെ കൊടുക്ക്, തലക്ക് കൊടുക്ക്. നമ്മുടെ ദീന് അട്ടിമറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 നൂറ്റാണ്ടിലേറെയായി നമ്മുടെ ദീൻ അട്ടിമറിഞ്ഞു. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദീൻ അട്ടിമറിഞ്ഞൊരു വർഷം എടുക്കുകയാണെങ്കിൽ അതിന് 1900 വരക്കാം. 20-ാം നൂറ്റാണ്ടിൽ മൊത്തം അട്ടിമറിഞ്ഞൊരു ദീനാണ്. ഇൻഡിവിജ്വലായ സാധുക്കളായ സാധാരണ ജനങ്ങൾക്കിടയിൽ ദീനില്ല എന്നല്ല ഈ പറയുന്നതിനർത്ഥം. അതായത് ദീനിന്റെ അടിസ്ഥാനപരമായ ശൈലിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 1.25 നൂറ്റാണ്ടിലേറെയായി. തല കൊടുത്ത് ചിന്തിക്കണം. ഉറങ്ങരുത്, ഉറങ്ങരുത്. ഉറങ്ങിയാൽ മനസ്സിലാവില്ല, ഉറങ്ങാൻ പിശാച് പ്രേരിപ്പിക്കും. ഇതൊരു അടിസ്ഥാനമാണ് ഈ പറയുന്നത്. അതായത് ചിന്തിക്കണം. ഫർള് കൊണ്ട് റബ്ബിലേക്ക് അടുക്കൂല. അതുകൊണ്ട് ഫർള് എത്രയും പരസ്യമായി ചെയ്യാം. കാരണം അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കൂല. എത്രയും 100 ഷെയ്ദിന്റെ കൂലി കിട്ടണമെങ്കിൽ 200 ഷെയ്ദിന്റെ പണിയെടുക്കണം. വിചാരിച്ച പോലെ തഹ്സബന്നല്ലാഹ ഗാഫില, അശ്രദ്ധനായ ആളാണ് അള്ളാഹു എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 2 അധ്യായത്തിൻ്റെയും വിശദീകരണത്തിൻ്റെ പൂർത്തീകരണം പറയാൻ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ദീനിൽ അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ ആസ്വാദനത്തിലും അതിൻ്റെ ഫലത്തിലും നേട്ടത്തിലും നമ്മളറിയാതെ നാം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യമാണ് കഴിഞ്ഞ നോമ്പ് അവസാനിച്ച ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ നീട്ടുന്നില്ല, അതൊരു ഭംഗ്യം തരുന്ന കടന്നു വന്നൊരു വിഷയം മാത്രമാണ്. നമ്മൾ അട്ടിമറിക്കപ്പെട്ടു, നമ്മൾ അറിയാതെ നാം അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് ആകത്തുക നാം പറഞ്ഞിട്ടുള്ളത്. എന്ത്? അത് തല കൊടുത്ത് മുകളിലേക്ക് കയറിയിരിക്കുക. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? പഴയ കാലങ്ങളിൽ നിന്ന് പുതിയ കാലത്തിൽ വലിയ വ്യത്യാസം വന്നു. എന്താണ് പുതിയ കാലത്തിൽ വന്ന വ്യത്യാസം? ഫർളിനെ പരസ്യമായി ചെയ്യുന്നതും സുന്നത്തിനെ രഹസ്യമായി ചെയ്യുന്നതുമായ പഴയകാല നന്മ നഷ്ടപ്പെട്ടു. അതാണ് ദീൻ. ഫർളുകൾ പരസ്യമായി ചെയ്യുക, സുന്നത്ത് രഹസ്യമായി ചെയ്യുക, ഇതാണ് ദീൻ. എന്താണ് സുന്നത്തിലൂടെ സംഭവിക്കുക? സുന്നത്തിലൂടെ സംഭവിക്കുന്നത് തഖരീബാണ്. തഖരീബ് എന്നാൽ ഖറബ യുഖരിബു തഖരീബ്, അടുപ്പിക്കൽ. ഫഅമ്മ അതിൻ്റെ പ്രയോഗമാണ് എന്ത്? ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ, തഖരീബ് ചെയ്യപ്പെട്ടവൻ, അടുപ്പിക്കപ്പെട്ടവൻ. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. തഖരീബ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? തഖരീബ് സുന്നത്ത് കൊണ്ടാണ് ഉണ്ടാവുക. മാസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു, സുന്നത്ത് കൊണ്ടാണ് അബ്ദ് മഅബൂദിലേക്ക് അടുപ്പിക്കപ്പെടുക. പക്ഷേ ആ സുന്നത്തിന് ബാഹ്യതലത്തിലേക്ക് ആ സുന്നത്ത് വന്നാൽ തഖരീബ് ഉണ്ടാവൂല, അടുപ്പിക്കപ്പെടൂല. എന്തുകൊണ്ട്? അത് പൊതുജനം സംസാരിച്ച് അതിൻ്റെ ഫലം നഷ്ടപ്പെടും. ഉപ്പും സുഗന്ധവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സുഗന്ധം, ആ സുഗന്ധത്തിന് ഏറ്റവും ഭദ്രമായി അടക്കപ്പെടും. ഏറ്റവും ഭദ്രമായിട്ടാണ് സുഗന്ധം അടക്കപ്പെടുക. അത് ഏറ്റവും ഭദ്രമായിരിക്കും. എന്തുകൊണ്ടത് സുഗന്ധമാണ്. അത് തുറന്ന് വെച്ചാൽ അതിൻ്റെ സുഗന്ധം അനുനിമിഷം നഷ്ടപ്പെടുകയും പിന്നെ കേവലം ഒരു എണ്ണയായി മാറുകയും ചെയ്യും. ഇത് സയ്യിത്താണ്. ഈ സയ്യിത്തിൽ പെർഫ്യൂമുണ്ട്. അതേസമയത്ത് പെർഫ്യൂം ഏത് സമയത്തും പുറത്തു വന്നാൽ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് കേവലം എണ്ണയായി. എണ്ണ പിന്നെ എന്തുമല്ല, ഒരു എണ്ണ, അത്രേ അർത്ഥമുള്ളൂ.
മുടി തേക്ക കുളിക്കുന്നതിന് മുമ്പ്, അത്രയേ ഉള്ളൂ. മനസ്സിലാവേണ്ട പറഞ്ഞത് അതെ. അതേ സമയത്ത് ഉപ്പ് ഏത് പീടിയിലും പഴയ കാലത്ത് ഒക്കെ എന്താ ചെയ്യുക, ഉപ്പ് കൊണ്ടുവന്നിട്ട് ചാക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു പെട്ടിയിലേക്ക് കണ്ട് മറിക്കും. എന്നിട്ട് അതിൻ്റെ മേലെ നായ നക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു പലക പൊള്ളിടും. വൈകുന്നേരം വരെ ആ പലക ഇങ്ങനെ കുറച്ച് പൊക്കി വെക്കും. എന്നിട്ട് ഉപ്പ് അങ്ങനെ കൊടുക്കും. വൈകുന്നേരം ആ പലക ഒന്നാണ് താഴ്ത്തി വെക്കും. എന്നിട്ട് നായ നക്കാതിരിക്കാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. അതിന് പൂട്ട് പോലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് ഉപ്പാണ്. അതിലിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഉപ്പാണ്. അതെവിടെ പുറത്തു വെച്ചാലും പ്രശ്നമില്ല. ഏറ്റവും വിലയുള്ള സാധനമാണ് എന്ത്? സുന്നത്ത്. സുന്നത്ത് കൊണ്ടേ റബ്ബിലേക്ക് അടുക്കൂ, ഫർദ് കൊണ്ട് അടുക്കൂല. ഫർദ് കൊണ്ട് അടുക്കൂല. നിങ്ങൾ 3 നേരം നിങ്ങളെ ഭാര്യക്ക് ഭക്ഷണം കൊടുത്തു, കൊല്ലത്തിൽ 2 വസ്ത്രവും കൊടുത്തു എങ്കിൽ ഒരു മുഖറബാവൂല. ഒരു സാധാ ഭക്ഷണം 3 നേരമൊക്കെ കൊടുക്കും. പിന്നെ 6 മാസത്തിൽ 6 മാസം ഓരോ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അതിലിപ്പോൾ എന്താ ഉള്ളത്? അതിൻ്റെ മേലെ ഓളോടും ഒരു മികവ് പറയാൻ നിനക്കില്ല. അതേ സമയത്ത് അവൾക്ക് ആർക്കില്ലാത്ത ഭക്ഷണം കൊടുക്കുക. ഇടക്കിടക്ക് അങ്ങാടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ഓൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ വസ്ത്രം കൊടുക്കും. ഓൾ ഇഷ്ടപ്പെട്ട വസ്ത്രം. അപ്പോൾ നീ മുഖറബാവും. അപ്പോൾ അവൾ നിന്നെ പൊന്നാരിക്കും. മറ്റേ ബാധ്യതയാണ്. ബാധ്യത കൊണ്ട് ഒരിക്കലും അടുക്കൂല. തലക്ക് മനസ്സിലായോ പറഞ്ഞത്? ബാധ്യത കൊണ്ട് അടുക്കൂല, ഏറെ ചെയ്യുന്നത് കൊണ്ട് അടുക്കൂ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ നിസ്കരിച്ചു, റബ്ബിലേക്ക് അടുക്കൂല. അസർ നിസ്കരിച്ചു, റബ്ബിലേക്ക് അടുക്കൂല. അത് ബാധ്യതയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മഗ്‌രിബ് ഇശാഇ നിസ്കരിച്ചു, അടുക്കൂല. 2.5% നിന്റെ നിക്ഷേപത്തിൻ്റെയോ പണത്തിൻ്റെയോ സക്കാത്ത് കൊടുത്തു, റബ്ബിലേക്ക് അടുക്കൂല. ഒരു ഹജ്ജ് ചെയ്തു, റബ്ബിലേക്ക് അടുക്കൂല. എന്തുകൊണ്ട്? അതെല്ലാം പറയാം നിർബന്ധ കാര്യങ്ങളാണ്. അത് ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ മനുഷ്യൻ തന്നെയല്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഈ അടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ രഹസ്യം. നീയും നിന്റെ നീ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, അയാളും നീയും തമ്മിലുള്ള മനസ്സിലായില്ലേ പറഞ്ഞത്? അയാളും നീയും തമ്മിലുള്ള രഹസ്യ സാമീപ്യമാണത്. ഒരിക്കൽ പള്ളിയിൽ മദീന പള്ളിയിൽ നിസ്കരിക്കുക ഒരാൾ. അങ്ങനെ സുജൂദഹു, അയാൾ സുജൂദിനെ നീട്ടി ചെയ്തു. അയാളുടെ സുജൂദ് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. അയാൾ സുജൂദിൽ കിടക്കുകയാണ്. എത്രയോ നേരമായി സുജൂദ് കിടക്കുക. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഫമാ അതാല സുജൂദഹു ഫമാ അജ്മലഹു, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സുജൂദാണ്. ഫജാഅ ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ കയറി വന്നു. ഫതകല്ലമ അന്നാസു അൻ സുജൂദിഹി, അപ്പോൾ അൻ തീലത്തി സുജൂദിഹി, ഈ മനുഷ്യന്റെ സുജൂദ് വളരെ നീണ്ടു കിടക്കാണ്, എത്രയോ നേരമായി സുജൂദിൽ, വല്ലാത്തൊരു സുജൂദായി പോയി എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിൻ അഷ്ഹരി ഫുഖഹാഇ അസ്ഹാബിൻ നബിയിൽ മുസ്തഫ, സ്വഹാബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ആര്? ഇബ്നു ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹുമ. അതായത് ഉമർ ബിൻ ഖത്താബിന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇബ്നു ഉമർ എന്ന് പറയുന്നത്. ഫഖാല, ഇത് കണ്ടപ്പോൾ ജനങ്ങൾ ഇതേക്കുറിച്ച് ആശ്ചര്യജന്യമായി സംസാരിക്കവേ ഇബ്നു ഉമർ പറഞ്ഞു, മാ അൽറഫഹു വമാ അജ്മലഹു വഇൻ കാന ഫീ ബൈതിഹി, വളരെ മനോഹരാണ്, വളരെ ഭംഗിയുള്ളതാണ്, വല്ലാത്തൊരു സുജൂദാണ്. പക്ഷേ ലൗ കാന ഫീ ബൈതിഹി, അതെവിടെ ആവേണ്ടിയിരുന്നു? വീട്ടിൽ, പള്ളിയിലല്ല. പള്ളിയിൽ നീട്ടി സുജൂദ് ചെയ്യരുത്.
കാരണം നീട്ടി സുജൂദ് ചെയ്യൽ എന്താണ്? തഖരീബാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാധ്യമമാണ്. റബ്ബിലേക്ക് അടുക്കുമ്പോൾ വേറൊരാൾ അറിയരുത്. തലക്ക് കൊടുക്ക്, വളരെ കൊടുക്ക്, തലക്ക് കൊടുക്ക്. നമ്മുടെ ദീന് അട്ടിമറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 നൂറ്റാണ്ടിലേറെയായി നമ്മുടെ ദീൻ അട്ടിമറിഞ്ഞു. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദീൻ അട്ടിമറിഞ്ഞൊരു വർഷം എടുക്കുകയാണെങ്കിൽ അതിന് 1900-ൽ വരക്കാം. 20-ാം നൂറ്റാണ്ടിൽ മൊത്തം അട്ടിമറിഞ്ഞൊരു ദീനാണ്. ഇൻഡിവിജ്വലായി സാധുക്കളായ സാധാരണ ജനങ്ങൾക്കിടയിൽ ദീനില്ല എന്നല്ല ഈ പറയുന്നതിനർത്ഥം. അതായത് ദീനിന്റെ അടിസ്ഥാനപരമായ ശൈലിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 1.25 നൂറ്റാണ്ടിലേറെയായി. തല കൊടുത്ത് ചിന്തിക്കണം. ഉറങ്ങരുത്, ഉറങ്ങരുത്. ഉറങ്ങിയാൽ മനസ്സിലാവില്ല, ഉറങ്ങാൻ പിശാച് പ്രേരിപ്പിക്കും. ഇതൊരു അടിസ്ഥാനമാണ് ഈ പറയുന്നത്. അതായത് ചിന്തിക്കണം. ഫർള് കൊണ്ട് റബ്ബിലേക്ക് അടുക്കൂല. അതുകൊണ്ട് ഫർള് എത്രയും പരസ്യമായി ചെയ്യാം. കാരണം അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കൂല. എത്രയും ചെയ്യാം. ബാധ്യതയാണ്, ബാധ്യത, ബാധ്യത. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ബാധ്യത, അത് ബാധ്യതയാണ്. എന്തും അങ്ങനെയാണ്, അത് ബാധ്യതയാണ്. ബാധ്യത കൊണ്ട് റബ്ബിലേക്ക് അടുക്കുകയില്ല. കാരണം ബാധ്യത ബാധ്യതയാണ്. അതിലെല്ലാവരും ബാധ്യതയാണ്. ഇപ്പൊ 100 കോടി മുസ്ലിങ്ങൾക്കും ഫർള് നിസ്കാരം ബാധ്യതയാണ്. ആണോ? അല്ലേ? ആണ്. അതുകൊണ്ട് അവർ റബ്ബിലേക്ക് അടുക്കൂല. എന്തുകൊണ്ട്? ഇവൻ്റെ ആള് ഇവന്ന് സുബൈ നിസ്കരിച്ച് നല്ല മികവാണ് എന്നല്ല. ഞാൻ സുബൈ നിസ്കരിച്ച് വരികയാണെന്ന് എങ്ങാനും ഇവിടെ എണീറ്റ് പറഞ്ഞാൽ എന്നെ പോലത്തെ പോയത്തക്കാരനാരാ? ഞാൻ ഒന്ന് സുബൈ നിസ്കരിച്ച് വരികയാണ് ഇട്ടോ ഇവിടെ എണീറ്റിട്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജി, ബജ്ജി സുബൈ നിസ്കരിക്കാതെ അല്ലേ വരലില്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല എൻ്റെ കഥ. ഞാൻ ഇശ നിസ്കരിച്ചിട്ടുണ്ട്, വലിപ്പത്തിനാണ്. ഞാനെന്ന് ജുമ നിസ്കരിക്കും, അത് വലിപ്പത്തിനാണ്. അതുകൊണ്ട് ഫർള് എത്ര പരസ്യമായി ചെയ്യാൻ കഴിഞ്ഞോ അത്രയും പരസ്യമായി ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൊല്ലം തികയുന്നതിൻ്റെ അന്ന് രാവിലെ അടുത്ത കടക്കാരുടെ കാൽക്കുലേറ്റർ വാങ്ങിക്കൊണ്ടിരണം എന്ന് ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊരു ചിന്തിപ്പിക്കലാണ്. എൻ്റെ കാൽക്കുലേറ്ററിന് ഒന്നുമല്ല. കഴിഞ്ഞ കൊല്ലം ഈ ദിവസമാണല്ലോ തുടങ്ങി. അപ്പം ഞങ്ങൾ സക്കാത്ത് കണക്കൂട്ടാൻ പോവുക. അതിലൊരു മികവ് നിനക്കില്ല. അതേ സമയത്ത് അതിൽ അവനെ ചിന്തിപ്പിക്കലും ഉണ്ട്. മനസ്സിലായില്ല? ഇവൻ 10 കൊല്ലമായിട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഇക്കാലം വരെ സക്കാത്തിന്റെ കണക്കൊന്ന് കൂട്ടിയിട്ടില്ല. അതേ സമയത്ത് പള്ളി പൊളിച്ചുണ്ടാക്കുന്നുണ്ട്, കമ്മറ്റിക്കാർ വരുമായിരിക്കും. അപ്പൊ ഞാനൊരു 50 ചാക്ക് സിമന്റ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് എന്ന് തൊട്ടടുത്ത കടക്കാരനോട് ചായ കൊടുക്കുമ്പോൾ പറഞ്ഞ എൻ്റെ 50 ചാക്കിന്റെ സിമന്റ് പോവുകയും ചെയ്തു, പൈസ ഒരു വസൂലാക്കുകയും ചെയ്യും. കാരണം അതെന്താണ്? ഒരു പള്ളിക്കും 10 പൈസ കൊടുക്കൽ ആർക്കും ബാധ്യതയില്ല. എന്താ പറഞ്ഞു? എന്തോ പറഞ്ഞോയോ? എന്താ പറഞ്ഞ? എന്ത് പറഞ്ഞു? ഒരു പള്ളിക്കും 10 പൈസ കൊടുക്കൽ മക്കത്തെ പള്ളി ആയാലും വേണ്ടില്ല, മുക്കത്തെ പള്ളി ആയാലും വേണ്ടില്ല. ഒരു പള്ളിക്കും 10 പൈസ കൊടുക്കൽ ഒരാൾക്കും ബാധ്യതയില്ല. പിന്നെന്തേ? റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കപ്പെടാൻ വേണ്ടി ഒരു സേവനം ചെയ്യാണ്, അത് രഹസ്യമായി ചെയ്യണം. അപ്പൊ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഉദാഹരണം പറയാം. പഴയ കാലത്തെ പൊതുശൈലി എന്തെന്നാൽ സുന്നത്തുകൾ പരസ്യമാക്കേയില്ല, സുന്നത്തുകൾ പരസ്യമാക്കുക. ഉദാഹരണം പറയാം, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ എണീറ്റ് പോകും. ഓനെപ്പറ്റി ജനങ്ങൾ മോശം എന്ന് വിചാരിക്കും. ഫർള് നിസ്കാരം കഴിഞ്ഞു, ഓൻ പോയി. ജനങ്ങൾ ഓനെപ്പറ്റി എന്താ വിചാരിക്കുക? ഓനെപ്പറ്റി എന്താ വിചാരിക്കുക? പറയേ. ഒരു ചെങ്ങായി ഒരു സുന്നത്തെ നിസ്കരിക്കൂല. അപ്പൊ ജനങ്ങളെ കണ്ണിൽ പിന്നെ ആരായി? മോശക്കാരായി. അതാണ് ആവശ്യം. സുന്നസ്കാരം എവിടെ നിസ്കരിക്കുന്നുണ്ട്? വീട്ടിൽ. ഓനൊരു സുന്നത്തും വിടുന്നില്ല, വീട്ടിലാണ്. വാതിലടച്ചു, കുറ്റിട്ടു.
സുന്നത്ത് നിസ്കരിക്കും. ഓള് വരെ അറിഞ്ഞില്ല, ഓളും അറിയണ്ട. അപ്പോൾ ഓള് എന്ത് വിചാരിക്കും? മൂപ്പര് വസ്ത്രം മാറ്റിയിരിക്കും, മൂപ്പര് സുന്നത്ത് നിസ്കരിക്കാണ്. വസ്ത്രം മാറ്റാൻ 1 മിനിറ്റ് ഒരു മനസ്സിലാണ്ട് പറഞ്ഞ ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. അപ്പൊ ഈ വ്യക്തി ജനം എന്താ വിചാരിക്കുക? ഫർള് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഈ മനുഷ്യനെ ജനം എന്താ വിചാരിക്കുക? പറയേ, മോശക്കാരൻ മോശക്കാരൻ. പക്ഷെ ഇവൻ റബ്ബിന്റെ ആരായിരിക്കും? മുഖറബായിരിക്കും. ഇവന്റെ സുന്നത്ത് ഇതുപോലെയാണ്, ഭദ്രമായി അടച്ചിട്ടുണ്ട്, ആരും അറിയില്ല. ആസ്വദിക്കുന്നത് റബ്ബാണ്, റബ്ബ് മാത്രം അറിയും. 1900-ലാണ് രണ്ടാം വരവ്, വഹാബിയത്തിന്റെ രണ്ടാം വരവ്. വഹാബിയത്ത് സുന്നത്ത് മുഴുവൻ പരസ്യമാക്കി. അപ്പോൾ സുന്നികളും അങ്ങനെ തന്നെ ചെയ്തു, സൂഫികളും അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പോൾ സുന്നികൾ എന്നൊരു കൂട്ടരില്ല, മൊത്തം വഹാബികളാണ്. സുന്നത്തിനെ പരസ്യപ്പെടുത്തൽ വഹാബി രീതിയാണ്, സുന്നി രീതിയല്ല. സുന്നി രീതി മാസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. അവന്റെ കൈയും ഞാനാകും, അവന്റെ കാലും ഞാനാകും. ഇതൊരു സുന്നത്തിന്റെ കാവ്യാവിഷ്കാരം, ഒരു ഹദീസിന്റെ കാവ്യാവിഷ്കാരം. മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. സുന്നത്ത് കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്ന സമയം അത്രയും അടുക്കുന്നതിനനുസരിച്ച് ഹത്താ അകൂന ലഹു, ഞാൻ അവന് വേണ്ടിയാവും. ഹത്താ അകൂന ലഹു യദൻ, ഞാൻ അവന്റെ കയ്യാവും, ഞാൻ അവന്റെ കാലാവും. ഞാനവന്റെ കൈയായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഞാനവന്റെ കാലായാലും പ്രശ്നമില്ല. അതങ്ങനെ ആവും. എൻ്റെ 1000 കിലോമീറ്റർ അപ്പുറത്തിനുള്ള ഒരു വസ്തുവിനെ ഇങ്ങനെ എടുക്കാൻ കഴിയും. ഒരർത്ഥം, ബാഹ്യമായ അർത്ഥം. അതിന് ഇനിയപ്പുറം അർത്ഥമുണ്ട്. ഒരർത്ഥം അതാണ്. ഒരർത്ഥം 2000, 5000, 10000 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഒരടി വെച്ചാൽ മതി. ദൂരം വിഷയമല്ലാത്തവനാണ് റബ്ബ്. ചിലപ്പോൾ അടിമക്കും ദൂരം വിഷയമല്ലാതെ വരും. നീ അടിമ ഉടമയുടെ മുഖറബായാൽ, പക്ഷേ സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുക്കണം. അതിന് സുന്നത്ത് ഇല്ല. കട്ടൻ ചായ പാർന്നുകൊണ്ടതുപോലെയാണ് പെർഫ്യൂം ഒഴിച്ചുകൊണ്ടെന്നെങ്കിൽ പിന്നെ അത് മേലത്തേക്കാൻ പറ്റുമോ? ഈ ക്യാൻറ്റീനിൽ കട്ടൻ ചായ ഒഴിച്ചു, എന്നിട്ട് എനിക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെയാണ് പെർഫ്യൂമെങ്കിൽ പിന്നെ ആ പെർഫ്യൂം ജെയ്ത്തല്ലേ, അതിനെന്ത് വിലയുള്ളത്? ഇന്ന് സുന്നത്തായ സുന്നത്തുകൾ മുഴുവനും എന്താണ്? പരസ്യം. അപ്പോൾ പിന്നെ നമുക്ക് എന്തുണ്ടായിന്നറിയോ? അതിന്മേൽ മികവും ഉണ്ടായി. മറ്റേ മികവില്ല. കാരണം ജനങ്ങളെ മുന്നിൽ, പഴയ കാലത്തെ ജനങ്ങൾക്ക് അവർ എന്തൊക്കെ റബ്ബിലേക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേറൊരാൾക്കും അറിയൂല. അതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ചും ഒരു തിട്ടവുമില്ല, ഒന്നുമില്ല. ആ വ്യക്തിയെ റബ്ബ് പരസ്യപ്പെടുത്താൻ തീരുമാനിക്കലാണ് കറാമത്ത്. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം. ചിലപ്പോൾ വ്യക്തിയെ റബ്ബ് പരസ്യപ്പെടുത്തും. ഇയാളുടെ സുന്നത്ത് ഇയാൾ പരസ്യപ്പെടുത്തൂല, റബ്ബിനാകട്ടെ ഇയാൾ പരസ്യപ്പെടുത്താൻ ഉദ്ദേശമുണ്ട്. അങ്ങനെ വെളിവാകുന്നതാണ് എന്ത്? അതാണ് കറാമത്ത്. അതായത് റബ്ബ്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ വെളിവാവും. ചിലപ്പോൾ അങ്ങനെ വെളിവാവും. അത് റബ്ബ് ഉദ്ദേശിക്കാണ് അത് വെളിവാകണമെന്ന്. അപ്പോൾ അടക്കി പൂട്ടി വെച്ചതാണ് ഇവന്റെ എന്ത്? ഇങ്ങോട്ട് തല കൊടുത്ത് ഇങ്ങോട്ട് നോക്ക്, എന്താണ് ഈ പറയുന്നത് മനസ്സിലാക്ക്. അങ്ങനെ വന്നപ്പോൾ അതാ ഞാൻ പറഞ്ഞ, ദീന് അട്ടിമറിഞ്ഞിട്ടുണ്ട്. ഇനി അത് നേരാക്കി എടുക്കൽ എങ്ങനെ എനിക്ക് അറിയൂല. നമ്മളെല്ലാവരും അട്ടിമറിഞ്ഞു. ദീനിന് ഒരു ലാഭം ഉണ്ടല്ലോ. എന്താണ് ദീന്റെ ലാഭം? ദീന്റെ ലാഭം എന്താ? ദീനിനൊരു ലാഭല്ലേ? എന്താ ദീന്റെ ലാഭം? സ്വർഗോ? എന്താണ് ദീനിന്റെ ലാഭം? ദീനിന് ഒരു ലാഭം വേണ്ടേ? ദീനിന് ഒരു ലാഭം വേണ്ടേ? മൻ അമില സ്വാലിഹൻ മിൻകും മിൻ ദക്രിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. എവിടെയാണ് ആയത്ത്?
എവിടെ ആയത്ത്? മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. എവിടെ ആയത്ത്? നഹ്ലോ. ഓക്കെ, ആയത്തെടുക്ക്, വേഗം പെട്ടെന്ന് എടുക്ക്. ശരി, നോക്ക്, എന്താണ് ദീനിന്റെ ലാഭം? എന്താണ് ദീനിന്റെ ലാഭം? ദീനിന്റെ ലാഭം സ്വർഗോ? സ്വർഗടോ ഒരു പണിയെടുക്കാത്തവന് കൊടുക്കൂലേ? സ്വർഗം എന്നാ അള്ളാന്റെ മൗഹിബത്തല്ലേ, അള്ളാന്റെ സമ്മാനല്ലേ, അതൊരു പണിയെടുക്കാത്തവന് കൊടുത്തൂലേ? നല്ല മുതലാളി കൂലിക്കാർക്ക് കൂലി അങ്ങനെ കൊടുത്ത്, പണിയെടുക്കണം കൂലി അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഒരുത്തൻ അപ്പുറത്തേക്കുണ്ട്. അപ്പോൾ ഓനെ വിളിച്ചു, ഓനും എന്തോ കൊടുത്ത്, എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കാം, എന്നാലും ഓന് കിട്ടി. കാരണം ഇയാൾ കരീമാണ്, ഇയാൾ മാന്യന, ഔദാര്യവാന. പറയാമോ? ഇത്ര നല്ല കുട്ടി. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു നല്ല മോനാക്കി കൊടുക്കട്ടെ. ദീനിനെ വെക്കാത്ത, പരിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ല കുട്ടികളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ദാ മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, മിൻകും ഇല്ല, എൻ്റെ അടുത്ത് തെറ്റിപ്പോയതാ. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, ഒരാണായാലും പെണ്ണായാലും ഒരു സൽക്കർമ്മം ചെയ്താൽ, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസി ആയിരിക്കവേ സൽക്കർമ്മം ചെയ്താൽ, ഫലനുഹ്യിയന്നഹു, അവനെ നാം ജീവിപ്പിക്കും, ഹയാത്തൻ ത്വയ്യിബ, സുന്ദരമായ ജീവിതം. എവിടെ? പരലോകത്തോ? പരലോകം അപ്പുറത്ത് പറയുന്നുണ്ട്, വലനജിസിയന്നഹും, പിന്നീട് ഞാൻ കൊണ്ടുപോയി ജസ കൊടുക്കും, അജ്റഹും, അവൻ്റെ കൂലിയെ. എവിടെ? ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കർമ്മത്തിനേക്കാൾ മെച്ചമായ കൂലി കൊടുക്കും. എവിടെ? ആഖിറത്തിൽ. അപ്പോൾ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ എവിടെ? ഇവിടെ ദുനിയാവിൽ. അതാണ് കറാമത്ത്. കറാമത്ത് ഒരു എക്സാമ്പിൾ, സ്വീകാര്യത ഒരു എക്സാമ്പിൾ. ഇയാളുടെ നന്മ വെളിവാക്കൂല, അപ്പോ അള്ളാഹ്ക്ക് വെളിവാക്കാൻ ഉദ്ദേശം ഉണ്ടാവും. നമ്മുടെ കാലത്ത് കറാമത്ത് നിഷേധം വന്നു. എന്തുകൊണ്ട്? എന്താ കറാമത്ത് നിഷേധം വരാനുള്ള കാരണം? എന്താണ് കറാമത്ത് നിഷേധം വരാനുള്ള കാരണം? കറാമത്ത് ഇല്ലാതെയായി. കറാമത്തിനെ കുറിച്ചുള്ള ധാരണ മാത്രമേ ഇന്ന് ജനങ്ങൾക്കുള്ളൂ. സമൂഹത്തിൽ കറാമത്തുള്ള ആളുകൾ അന്യം നിന്നു, ഇല്ലാതെയായി. അപ്പോൾ ജനങ്ങൾ തർക്കിക്കാൻ തുടങ്ങി, കറാമത്തുണ്ടോ കറാമത്തില്ലേ? മനസ്സിലാവേണ്ട പറഞ്ഞത്. ഒരു ഉള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. ഇപ്പൊ നിങ്ങൾ രാവിലെ നാസ്തി, ഉച്ചക്ക് ചോറും വൈകുന്നേരം ഭക്ഷണം കഴിക്കുമല്ലോ. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ മനുഷ്യൻ തിന്നോ എന്ന കാര്യത്തിൽ തർക്കിക്കുമോ? പിന്നെയും ഓർമുസ് കടലുടുക്ക് അടച്ചത് കാരണം ഗ്യാസ് വരവ് കമ്മിയായതുകൊണ്ടുള്ള ബേജാറപ്പേ നമുക്കുള്ളൂ. ഞാൻ ഈ നോമ്പിന് 10-25 കിലോമീറ്റർ യാത്ര ചെയ്തു പാലക്കാട് നിന്ന് ഒരു ചായ ഇട്ടാൻ വേണ്ടിയിട്ട്. എന്ത്? ഓർമുസ് കടലുക്ക് അടച്ചു. ചായ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ തിന്നുന്ന കാര്യത്തെ നമ്മൾ തർക്കിക്കുന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങൾക്കിടയിൽ അത് സർവ്വസാധാരണയാണ്. കുടിക്കുന്ന കാര്യത്തിൽ തർക്കിക്കുന്നില്ല. ശാരീരിക ബന്ധത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ആണും പെണ്ണും ഒരു രഹസ്യബന്ധം ഉണ്ടോ? തർക്കമില്ല. എന്തുകൊണ്ട്? കുട്ടികളെ പ്രൊട്ടക്ഷൻ പെടങ്ങാൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നും തർക്കമില്ല. അതേസമയത്ത് കറാമത്തിൽ തർക്കമുണ്ട്. എന്തുകൊണ്ട്? കറാമത്ത് നടക്കുന്നില്ല. എന്തുകൊണ്ട് കറാമത്ത് നടക്കുന്നില്ല? മുഖറബില്ല. മുഖറബുണ്ടെങ്കിൽ അതിൻ്റെ സുഗന്ധം ഉണ്ടാവും. ഫലനുഹ്യിയന്നഹു, അവനെ നാം ജീവിപ്പിക്കും, ഹയാത്തൻ ത്വയ്യിബ, സുന്ദരമായ ജീവിതം. എല്ലാവർക്കും മനസ്സിലാവും അയാളൊരാളാണ്, അയാളൊരു മഹാനാണ്. അയാളോട് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമില്ല. നടത്തിത്തരേണ്ടവൻ ആരാണ്? അല്ലാഹു. എന്നാൽ മനുഷ്യൻ നടത്തും. ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വ ഉഹ്യിൽ മൗത ബിഇദ്നില്ല. അല്ലാഹു എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഈ ലോകത്ത് ഏറ്റവും ചെറിയ കാര്യം മരിച്ചവരെ ജീവിപ്പിക്കണം. എന്നാൽ ഇന്ന് ഏറ്റവും വലിയ കാര്യം മരിച്ചവരെ ജീവിപ്പിക്കുക. ഇത് 4-ാം നമ്പറുകാരൻ്റെ സ്വഭാവം. അപ്പോൾ 1-ാം നമ്പറുകാരൻ ആ പണിയെടുത്തില്ല. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങളിവിടെ സ്ഥലത്തില്ല. എടോ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് 4-ാം നമ്പർ പണിയാണ്. 1-ാം നമ്പർ മുഹമ്മദ്, 2-ാം നമ്പർ ഇബ്രാഹിം, 3-ാം നമ്പർ മൂസ, 4-ാം നമ്പർ ഈസ. ഈസന്റെ പണിയായിരുന്നു എന്ത്? മരിച്ചൊരിപ്പിക്കൽ. അപ്പോൾ 1-ാം നമ്പറിനായിരുന്നു പണി തന്നെയല്ല.
4-ാം നമ്പർ തന്നെ ആ പണിയെടുത്ത 1-ാം നമ്പർ പണിയെടുക്കുമോ? എന്ത് അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യരെയൊക്കെ ജീവിപ്പിക്കാം? അതൊക്കെ 4 നമ്പർ പണിയാണ്, 1-ാം നമ്പർ പണിയനല്ല. ഇന്നിപ്പോ നമുക്ക് വലിയ പണിയാണ് എന്ത്? മനുഷ്യരെ അതൊന്നും മനുഷ്യനെ നടക്കൂല. എന്തുകൊണ്ട്? പറയടാ ചങ്ങായി, അന്തത്തോടു കൂടെ പറയടാ. എന്തുകൊണ്ട് അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ വെളിവാക്കുന്നവർ സമൂഹത്തിൽ ഇല്ല? അതൊന്നൊരു വിഷയത്ര കാര്യമല്ല. ഇത് മരിച്ചൊരിപ്പിക്കണം, അത് പണി. മരിക്കാറ് സംഭവം ഉണ്ടോ അതിനാദ്യം? മരിക്കോ? എന്ത് മരിക്കണം? എന്താണ് ഈ മരിക്കാറിഞ്ഞാൽ? എന്തോടോ മരിക്കൽ? എന്താണ് ഈ മരിക്കൽ? മരിക്കൽ എന്ന സംഭവം ലോകത്കാലം വരെ ഉണ്ടിട്ടില്ല. ഇന്തിഖാല മിൻ മൻസിലിൻ ഇലാ മൻസിലിൻ. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്കുള്ള മാറലാണ് എന്ത്? മരണം. അപ്പൊ തൽക്കാലം അവനോട് അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ടെന്നെ വിളിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ പൊരയിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്. കാറ് കയറിയപ്പോൾ ഭാര്യ പിന്നെ ഒന്നും കൂടി വരി എന്ന് പറഞ്ഞു. ആത്തേക്ക് വിളിച്ചു. ഓക്ക് വിളിച്ചൂടെ? ഓക്ക് വിളിച്ചൂടെ? എന്നെനിക്ക് പോയിക്കൂടെ? ആയിക്കോട്ടെ, ഇനി പോയിക്കോളി. പിന്നെയും പോവുകയും ചെയ്തു. എൻ്റെ മോളോടൊരു കാര്യം പറയാണ്ട്. ഇതാണ് എന്ത്? ഇതാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ ആനക്കുട്ടിയൊന്നുമല്ല. എന്താ മരണം? ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറൽ. അപ്പം മാറുന്നതിനിടയിൽ ഒന്നും കൂടി ഇങ്ങോട്ട് വിളിച്ച് തിരിച്ചു വിളിച്ചു. എന്താ പ്രശ്നമുള്ളത്? എന്തൊരു പ്രശ്നം? ചത്തുപോയ ഹൃദയത്തെ ജീവിപ്പിക്കണം. അതാണ് പ്രശ്നം. അതാണ് മുഹമ്മദ് ചെയ്തത്. അവിടെ ഈസക്ക് പരാജയമാണ്. ഈസയുടെ 12ാമത്തെ ശിഷ്യൻ ഈസയെ ചതിച്ചു. 12ാമത്തെ ശിഷ്യന്റെ മനസ്സ് പോലും ജീവിപ്പിക്കാൻ ഈസാക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് മുഹമ്മദ് ജയിച്ചത്. മരിച്ച ബോഡിയെ ജീവിപ്പിക്കൽ നിസ്സാരാണ്. മരിച്ച മനസ്സിനെ ജീവിപ്പിക്കണം. അത് വലിയ പണിയാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ കഴിവ് കൊടുക്കുള്ളൂ. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ കറാമത്തിലേക്ക് ഞാൻ പറഞ്ഞു. കറാമത്ത് മുഖറബിന് കിട്ടുന്നതാണ്. മുഖറബ എപ്പോഴാ മുഖറബ ആവുക? മുഖറബ് എപ്പോഴാ മുഖറബ് ആവുക? മുഖറബ് എപ്പോഴാ മുഖറബ് ആവുക? മുഖറബ് എപ്പോഴാ മുഖറബ് ആവുക? മുഖറബ് മുഖറബിന്റെ തഖരീബിന്റെ കർമ്മങ്ങളെ സിറാക്കി വെക്കുമ്പോൾ രഹസ്യമാണ്. ഇത് ആരും അറിയില്ല. ഞാൻ മഹ്ദിയാണെന്ന് മഹ്ദി അറിയൂല. യുസ്ലിഹുഹു ഫീ ലൈല. ഞാൻ മഹ്ദിയാണെന്ന് മഹ്ദി അറിയൂല. ഇയാള് നബിയാണെന്ന് മക്കക്കാരെ അറിയൂല. മക്കക്കാർക്ക് നേരത്തെ വിവരം കിട്ടി, മനസ്സിലായില്ലേ? എങ്കിൽ ബഹുമാനിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് ബഹുമാനം ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ബഹുമാനിച്ചാൽ നാശമായിട്ടല്ല, എന്നാലും അതൊന്നുമില്ല. അപ്പൊ ദീന് ഇപ്പോൾ ദീനിന്റെ അവസ്ഥ എന്താ? ദീനിന്റെ അവസ്ഥ രഹസ്യങ്ങളെ പരസ്യമാക്കി, ഫലം നഷ്ടപ്പെട്ടു. അപ്പോഴുള്ള മനുഷ്യന്റെ ഇനി ഇതിന്റെ 2ാം ഭാഗം. അപ്പോൾ എന്താ സംഭവിച്ചത്? അതുകൊണ്ട് മനുഷ്യനെ ഓട്ടടക്കാൻ പറ്റും. അതുകൊണ്ട് ബാഹ്യതലത്തിൽ ഉണ്ടാകേണ്ട പല കാര്യങ്ങളും മനുഷ്യൻ നഷ്ടപ്പെടുത്തി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് അമാനത്ത്. അതാണ് പൂർത്തീകരണം. ഈ പ്രഭാഷണം പൂർത്തിയാവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, നിങ്ങൾ എൻ്റെ കൂടെ വരണം, നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണം പറയാ, നിസ്കാരം, സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക, ഓ നല്ല മനുഷ്യനാണ്. സ്വതക്ക പരസ്യായി, അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക നല്ല മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നല്ലവനാണ് എന്നതിന് അള്ളാഹുവിനൊരു അടയാളം കാട്ടിക്കൊടുക്കേണ്ടതില്ല. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه. അവനെ ഞാൻ ജീവിപ്പിക്കും, അവനെ നാം ജീവിപ്പിക്കും. ഹയാത്തൻ ത്വയ്യിബ, സുന്ദരമായ ജീവിതം അവനെ നാം ജീവിപ്പിക്കും. അവൻ ജീവിക്കല്ല, അവനെ നാം സുന്ദരമായ ജീവിതം ജീവിപ്പിക്കും. സുന്ദരമായ ജീവിതം നാം ജീവിപ്പിക്കും. അവന് വേണ്ടാൻ തോന്നിയാലും വെളിവാക്കും. കറാമത്തിൻ്റെ ഒരു രീതി എന്തെന്നാൽ കറാമത്തിൻ്റെ ഒരു രീതി എന്തെന്നാൽ കറാമത്തിൻ്റെ ഒരു രീതി എന്നാൽ ഋതുമതിക്ക് രക്തം വരുന്ന പോലെയാണ്. ഒരു ഹൈറുകാരിയായ പെണ്ണിന് സദസ്സിൽ വെച്ച് രക്തം പൊട്ടിയാൽ ആ പെണ്ണിൻ്റെ ലജ്ജയും പാരവശ്യവും എത്രയിരിക്കും? അതാണ് കറാമത്ത്. അതായത് അത് മനസ്സിലായില്ല. ഒരു പെണ്ണിന് രക്തം പൊട്ടി
അവൾ പരസ്യമായി സദസ്സിലാണെങ്കിൽ അവളെ പരവശത എത്രയിരിക്കും? ഇതാണ് വലിയൻ്റെ കറാമത്ത്. അതായത് അത് തടഞ്ഞു വെക്കാൻ അവളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിർവാഹവും ഇല്ല. അത് പുറത്തു വന്നു കഴിഞ്ഞു. ഫലനൊഹിയന്നഹു നാം അവനെ ജീവിപ്പിക്കും. ഹയാത്തൻ തൊയ്യിബ സുന്ദരമായ ജീവിതം നാം ജീവിപ്പിക്കും. അവന് വേണ്ടെന്ന് വിചാരിച്ചാലും പരസ്യമായി പുറത്തിറങ്ങും. വലിയ ആളാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഈ റമളാൻ കഴിഞ്ഞു, നമ്മൾ നിസ്കരിച്ചു, നേടി. നമ്മളിൽ പലരും നിസ്കാരക്കാരായി, നമ്മളിൽ പല ആളുകളും സദക്കക്കാരായി. ഓക്കെ, ആരായില്ല? അമീനായില്ല. ഇക്കാലത്തെ അമാനത്ത് തക്രീബാണ്. ഇക്കാലത്തെ തക്രീബ് അമാനത്താണ്. കാരണം എവിടെ ഇല്ലാത്ത സാധനമാണല്ലോ ജീവിപ്പിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അർത്ഥബക്കി ഉസ്താദുമാരും എല്ലാവരും ഉണ്ടല്ലോ. അർത്ഥബക്കി എന്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ എന്റെ സമുദായം നാശത്തിലകപ്പെടുമ്പോൾ എന്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. അപ്പോൾ എന്റെ സുന്നത്ത് ഒരാൾ എന്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിക്കണമെങ്കിൽ ഈ സുന്നത്ത് എന്താവണം? മരിക്കണം. മരിക്കാതെ എന്തിനാ ജീവിപ്പിക്കണം? താടി നല്ല കാര്യമാണ്, കൂലി കിട്ടും. പക്ഷെ അതെന്തല്ല? സുന്നത്ത് ജീവിപ്പിക്കലല്ല. തലയെക്കെട്ട് നല്ലതാണ്, പക്ഷെ ഇത് സുന്നത്ത് ജീവിപ്പിക്കലല്ല. കാരണം ആ സുന്നത്ത് ഇവിടെ എന്താ ഉറങ്ങിയിരിക്കുന്നത് രാവിലെ, അതെന്തായിട്ടില്ല. മരിക്കണ്ടേ എങ്ങായി? മരിച്ചാൽ ജീവിപ്പിക്ക. നല്ലടോ, എന്നാണെങ്കിൽ അർത്ഥം ഉണ്ടാവും എന്റെ സുന്നത്ത് ഒരാൾ ചെയ്താൽ. അങ്ങനെയാണോ നബി പറഞ്ഞ്? അല്ല, എന്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ അപ്പൊ ആ സുന്നത്ത് എന്താവണം? മരിക്കണം. തലയെക്കിട്ട് മരിച്ച സുന്നത്തല്ല, തൊപ്പി മരിച്ച സുന്നത്തല്ല, താടി മരിച്ച സുന്നത്തല്ല, സുന്നത്ത് നിസ്കാരം മരിച്ച സുന്നത്തല്ല, സുന്നത്ത് നോമ്പ് മരിച്ച സുന്നത്തല്ല, ഇതൊന്നും മരിച്ച സുന്നത്തല്ല. വലഭാഗത്ത് തുപ്പാതിരിക്കൽ മരിച്ച സുന്നത്തല്ല, കാൽമ ചെരിപ്പിടൽ മരിച്ച സുന്നത്തല്ല. മരിച്ച സുന്നത്ത് ഞാൻ സമൂഹത്തിന് കാട്ടിയ ആദ്യത്തെ സുന്നത്താണ്. എന്ത്? അൽ അമീൻ, അമാനത്ത്. അത് ജീവിപ്പിക്കണം. അപ്പോൾ നിനക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. ഇതിന് തലയിൽ കിട്ടുമ്പോൾ അള്ളാഹു 100 ഷഹീദിന്റെ കൂലി തരില്ലേ? എന്ത് അള്ളാഹ് കണ്ടില്ലേ? 100 ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ എടാ 100 ഷഹീദിന്റെ പണിയെടുപ്പിക്കണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അള്ളാഹ്ക്ക് 100 ഷഹീദിന്റെ കൂലി തരുന്ന പണി എനിക്കൊരു പണിയില്ല. എനിക്ക് വിളിച്ചിട്ട് തലയിൽ കെട്ടി അങ്ങനെ നടക്കുക, എനിക്കൊരു പണിയില്ല. എന്നിട്ട് അള്ളാഹ് പൊട്ടനാകുക, അങ്ങനെ ഉണ്ടാവും. ഇജര് 2 മീറ്റർ 4 മീറ്റർ തലയിൽ കെട്ടി എന്നിട്ട് അള്ളാഹു താല എനിക്ക് 100 ഷഹീദിന്റെ കൂലി തരിക തരൂലല്ലോ. എന്തുകൊണ്ട്? തലയിൽ കെട്ടി നടക്കാൻ എനിക്ക് എന്ത് വിഷമമുള്ളത്? ഇത് വെള്ളയും ഇട്ടു. ഇപ്പം എല്ലാ കള്ളന്മാരും വെള്ളയാണ്. വെള്ളയും ഇട്ടോലും മോശമാക്കല്ല കേട്ടോ. പഴയ കാലത്ത് ഞങ്ങൾ മൊല്ലമാർ മാത്രമേ വെള്ളയും ഇടൂ. അതുകൊണ്ട് ഒരു തുണിഷാപ്പ് പോയാൽ വളരെ വില കുറഞ്ഞ് കിട്ടുന്ന സാധനമാണ് എന്ത്? വെള്ള. ഇന്ന് ഏറ്റവും വില വെള്ളക്ക. കാരണം മൂല്യന്മാർക്കത് കിട്ടാനില്ല. ഒക്കെ ബ്രോക്കർമാർ കൊണ്ട് ബ്രോക്കർ മുഴുവൻ വെള്ളയും ഒക്കെ വെള്ളയാണ്. അപ്പം ഈ വെള്ള വസ്ത്രം വിട്ടാണ് ഈ പള്ളിയൊക്കെ വന്നു. ഓ എന്ത് എൻ്റെ കച്ചവടമാണത്. അതുകൊണ്ട് എങ്ങനെ എനിക്ക് 100 ഷഹീദിന്റെ കൂലി തരുന്നു? അള്ളാഹ് വിചാരിക്കുക ഓനാട്ട് വെള്ളം ഇട്ടുകയും ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞും പോയി 100 ഷഹീദിന്റെ ഓനാട്ട് ആമുക്കുവാണ്. ഇനിയിപ്പോൾ കൊടുക്കാതിരിക്കണം എങ്ങനെ? അള്ളാഹ് കുടുങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ കൊടുക്കല് അള്ളാഹ് എന്താ വിചാരിച്ച്? എന്തേ അള്ളാഹ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയോ? എന്ത് വിചാരിച്ച്? 100 ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ 200 ഷഹീദിന്റെ പണിയെടുക്കണം.
വിചാരിച്ച പോലെ തഹ്സബന്നല്ലാഹ ഗാഫില, അശ്രദ്ധനായ ആളാണ് അള്ളാഹു എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. എന്താ പറഞ്ഞേ വലാ തഹ്സബന്നല്ലാഹ ഗാഫിൽ. അറിയോ ആയത്തോടെയാണ്? വലാ തഹ്സബന്നല്ലാഹ ഗാഫില. അള്ളാഹു അശ്രദ്ധനാന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും അള്ളാഹു അശ്രദ്ധനാന്ന് വിചാരിക്കണ്ട. അപ്പൊ അള്ളാഹുക്ക് ശ്രദ്ധ തെറ്റിനിടയിലാണ്. അങ്ങനെ ശ്രദ്ധ തെറ്റും. ഈ മണ്ണടിക്കുന്ന ലോറിക്കാർ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിന്നെ പുരക്കാരൻ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളോട് എണ്ണ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എന്തോ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ പോയപ്പോൾ ലോറി പോണത് കണ്ടില്ല, എണ്ണിയില്ല. അപ്പോൾ പിന്നെ അടുത്ത പുരക്കാരോട് പിന്നെ പോയി അന്വേഷിച്ച ഒരു സംഭവം എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് അടുത്ത ദിവസം ഉണ്ടായി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് പോയിട്ട് എത്ര പിന്നെ ലോറി പോയി. ഒരുത്തി പറഞ്ഞു ഒരു ലോറി പോയിന്ന്. അപ്പോൾ അല്ല, ഒരു 2-3 പോയ മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ ഓക്കെ കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ എന്തും പറയും, എന്തും കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഇവൾക്ക് ശ്രദ്ധ തെറ്റിപ്പോയി. ഇങ്ങനെ ആരെപ്പറ്റി വിചാരിക്കണ്ട, അള്ളാഹനെ വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ഷെയ്ഡിന്റെ പണിയായിട്ട് എടുക്കണമെങ്കിൽ 200 കൂലിയാണ് തരണമെങ്കിൽ 200 ഷെയ്ഡിന്റെ പണിയെടുക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ കൊടുക്കല്ല അല്ലാഹു തആല. പിന്നെ കൊടുത്തിട്ടുണ്ട്, അതാർക്കും കൊടുക്കും. അതിന് നന്നാണ്ട ആവശ്യമല്ല. ലമ്യ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അള്ളാഹ്ക്ക് ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് നന്നാണ്ട. ലം യഅമൽ ഹസനതൻ ഖത്തു, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്ത മനുഷ്യനും അള്ളാഹു കൊടുത്തു. ഒരു നന്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, അയാൾക്കും കൊടുത്തു. റഹ്മത്തിന്റെ ബാബിൽ ശറഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അള്ളാഹു റഹ്മാൻ റഹ്മാൻ, അവൻ്റെ റഹ്മത്തിന് പരിധിയില്ല. മനസ്സിലായില്ല? അത് ചെയ്യാതെയും കിട്ടും, ചെയ്തിട്ട് കിട്ടുന്നതിന് പണിയുണ്ടാവും. അപ്പം മരിച്ച സുന്നത്തിനെ ഹയാത്താക്കണം. ഏതാ മരിച്ച സുന്നത്ത്? അമാനത്ത് മരിച്ചതാണ്. അത് വാജിബാണ്. സുന്നത്ത് എന്നാൽ നബിചര്യ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ വാജിബില്ല എന്ന അർത്ഥത്തിലല്ല ഞാനിവിടെ അമാനത്തിനെ പറഞ്ഞത്. അമാനത്ത് മരിച്ചതാണ്, പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പണിയാണ്.